നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന ഋഷി ഉണ്ടല്ലോ, അയാൾ എന്റെ സ്കൂളിലെ മെയിൻ കറസ്പോണ്ടന്റ് ആയ ജാനകി മാഡത്തിന്റെ മകനാണ്. ഇപ്പൊ ആ പയ്യന്റെ പിന്നാലെ കറങ്ങി നടക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ അഞ്ജിതയുടെ പ്രധാന പണി. അത് നീ എങ്ങനെ മനസ്സിലാക്കി? ഞാനതൊക്കെ മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതൊക്കെ വഴിയെ പറയാം. എന്നിട്ട് അവളുടെ ഈ നീക്കം വല്ലാത്ത അപകടത്തിലേക്കാണ് നീങ്ങുന്നത് മുത്തശ്ശ. അഞ്ജിത വെറുതെ ഒന്നും അല്ലല്ലോ ആ പയ്യന്റെ പിന്നാലെ ചുറ്റുന്നത്. അവളുടെ ഉള്ളില് അയാളോട് കടുത്ത പ്രേമാണ്. അത് എനിക്ക് വ്യക്തമാണ്. അഞ്ജിത ഇങ്ങനെ വിട്ടാ അവളുടെ പ്രേമം മോക്കും, അത് അവളുടെ തലയ്ക്ക് പിടിക്കും. അത് പിന്നെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രണ്ടുപേരെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി കല്യാണ ആലോചനയായിട്ട് ഭാവിയിൽ ആ ചെക്കന്റെ വീട്ടുകാരെ സമീപിക്കും. ഋഷിയുടെ കുടുംബം എവിടെ നിൽക്കുന്നു, നമ്മുടെ കുടുംബം എവിടെ നിൽക്കുന്നു? അജഗജാന്തര വ്യത്യാസം ഇരു കൂട്ടരുടെയും കുടുംബങ്ങൾ തമ്മിലുണ്ട്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ വെക്കുന്ന പ്രപ്പോസൽ അവർ നിഷേധിക്കാനാണ് സാധ്യത. അങ്ങനെ റിജക്ട് ചെയ്താൽ എന്തായിരിക്കും അഞ്ജിതയുടെ അവസ്ഥ? അത് വളരെ പരിതാപകരമായിരിക്കും. അവൾക്ക് താങ്ങാനാകാത്ത വിഷമം ഉണ്ടാവും മുത്തശ്ശ. ആ വിഷമം ഉണ്ടാതിരിക്കാൻ വേണ്ടിയാ അഞ്ജിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞാൻ പറയുന്നത്. അഞ്ജിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം മുത്തശ്ശ, അതാ നല്ലത്. കാര്യങ്ങളൊക്കെ ശരി തന്നെ. എന്നാലും നിങ്ങളെ രണ്ടാളെ നിർത്തിക്കൊണ്ട് അഞ്ജിതയുടെ കല്യാണം നടത്തുക എന്ന് വെച്ചാൽ ശ്രീകലിയാണോ മോളെ? അതെ മുത്തശ്ശ. അമ്മേ മോളെ, ഞാൻ മാത്രല്ല മുത്തശ്ശനും ഉണ്ട് ഇവിടെ. മുത്തശ്ശ. അച്ഛാ. മോളെ. അല്ല, എന്താ മുത്തശ്ശനും മോളും കൂടി ഒരു വർത്താനം? ഞങ്ങള് അഞ്ജിതയുടെ കല്യാണം നടത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അല്ല, അതെന്താ ഇപ്പൊ അവളുടെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കുന്നേ? ഇവളുടെയും ഗോപികയുടെയും കല്യാണം കഴിഞ്ഞ ശേഷം അവളുടെ കല്യാണത്തെ കുറിച്ച് ചിന്തിച്ച പോരെ? എങ്കിട്ടാ മുത്തശ്ശ. അമ്മേ, അത് പോരാ. അതെന്താ കാര്യം? പറയാം. ഇതാണോ അവസ്ഥ? കഷ്ടമായി പോയല്ലോ. അല്ല, ഇതാണ് അവസ്ഥയെങ്കിൽ ദേവിക മോള് പറയുന്നത് തന്നെയാ ശരി. അഞ്ജിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. ഇനി ഒന്നും നോക്കാനില്ല. അഞ്ജിതയുടെ കല്യാണക്കാരിയായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാ നല്ലത്. അമ്മയ്ക്കും കാര്യം മനസ്സിലായി. നീ ഒന്ന് അച്ഛന് ഫോൺ കൊടുത്തേ. മുത്തശ്ശ. അച്ഛാ, അഞ്ജിതയുടെ കല്യാണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തോളൂ. നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം ഇതാണെങ്കിൽ നിങ്ങൾ പറയുന്നവർ ചെയ്യാം. ശരി അച്ഛാ. ശരി മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.